കാവലാകേണ്ടവൻ കാലനാവരുത്. വിവാഹം കച്ചവടമല്ല, മറിച്ച് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യരുടെ ഒന്നിക്കലാണത്. എന്നാൽ വിവാഹം കമ്പോളത്തിൽ വിൽക്കപ്പെട്ടപ്പോൾ സ്ത്രീധനമോഹത്തിൽ പൊലിഞ്ഞില്ലാതായത് നിരവധി പെൺജീവനുകളാണ്. കമ്പോളത്തിലെ വിൽപ്പന ചരക്കാണ് പെണ്ണ് എന്ന് കരുതുന്നവരുടെ സമൂഹമാണ് ഇന്നീ നാടിന്റെ ഏറ്റവും വലിയ ശാപം. പൊന്നുരച്ചു നോക്കിയാൽ പെണ്ണിന്റെ പകിട്ട് കാണാൻ കഴിയില്ല. വർത്തമാനകാലത്ത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിന്റെ പൊതുബോധം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തന്ന ഒന്നാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ നേരിട്ട പീഡനങ്ങളും അതിൽ പൊലിഞ്ഞില്ലാതായ ജീവനുകളെക്കുറിച്ചുള്ള വാർത്തകളും. മനുഷ്യത്വം മരവിച്ച മനസ്സുള്ളവർക്കു മാത്രമേ ഇത്രയും ക്രൂരവും നീചവുമായ മരണക്കുഴിയിലേക്ക് പെണ്ണിനെ തള്ളിവിടാൻ സാധിക്കൂ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിയെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുന്നവരുടെ നാട്ടിലാണ് ഈ ക്രൂരതകളൊക്കെയും നടക്കുന്നതെന്നുള്ളതാണ് നിർഭാഗ്യകരം. സ്ത്രീധനം നിയമം മൂലം നിരോധിച്ച രാജ്യമാണ് നമ്മുടേത്. 1961 മെയ് 20 പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. 1961 ജൂലൈ 1 നിയമം നിലവിൽ വന്നത്. ഈ നിയമം അനുസരിച്ച് ഒരു സ്ത്രീയുടെ വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ ഈ സ്ത്രീ മരണപ്പെടുകയോ ഭർത്താവും അയാളുടെ ബന്ധുക്കളും തൊട്ടു മുൻപ് സ്ത്രീധനം ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിക്കുകയോ ചെയ്താൽ അത്തരം മരണം സ്ത്രീധന കൊലപാതകമാണ്. സ്ത്രീധന നിരോധന നിയമം, ഗാർഹിക പീഡന നിരോധന നിയമം തുടങ്ങി സ്ത്രീ സുരക്ഷ ഉറപ്പു നൽകുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നത് തികച്ചും അപലപനീയമാണ്. എത്രയൊക്കെ പുരോഗമനമുണ്ടെന്ന് വാദിച്ചാലും കല്യാണം എന്നത് ആർഭാടപൂർവ്വം തന്നെ നടത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. കഷ്ടപ്പെട്ട് വളർത്തിയ തങ്ങളുടെ പെൺമക്കൾ മറ്റൊരുവന്റെയും കുടുംബത്തിന്റെയും ക്രൂരതകൾക്ക് പാത്രമാകേണ്ടി വരുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ നിസ്സഹായതയുടെ മുഖങ്ങളാണ്. താലി എന്ന കൊലക്കയറിൽ തൂങ്ങിയാടേണ്ടി വന്ന എത്രയോ ജീവനുകൾ. സ്ത്രീധനം എന്നത് മറ്റെന്തിനേക്കാളും വിഷം ചീറ്റുന്നൊരു നാഗമായി പത്ത് വിടർത്തിയാടുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട മക്കളുടെ ഓർമ്മയിൽ വെന്തു നീറി ജീവിക്കാനേ ആ അച്ഛനമ്മമാർക്ക് കഴിയുന്നുള്ളൂ. സ്വരമൊന്നുയർത്തിയാൽ ഇല്ലാതാകുന്ന ജീവിതത്തെക്കുറിച്ച് ഓർത്തും മറ്റും സഹിക്കാവുന്നതിനപ്പുറം കടക്കുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് ഇവർ എത്തുന്നത്. നൽകുന്ന സ്ത്രീധനത്തെ വെച്ചുകൊണ്ട് ഒരു പെണ്ണിനെയും അവളുടെ മൂല്യത്തെയും അളക്കുന്ന ഭർത്താവും വീട്ടുകാരും കാണാതെ പോകുന്നത് മറ്റൊരച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീരാണ്. എത്ര കിട്ടിയാലും തികയാതെ വീണ്ടും വീണ്ടും പണത്തിനു വേണ്ടി അവളെ മാനസികമായും ശാരീരികമായും മുറിവുകൾ ഉണ്ടാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ വളരുന്നത്. വിവാഹം എന്ന് കേട്ടാൽ പിറകോട്ടു പോകുന്നതിനുള്ള കാരണവും ഇതുതന്നെ. ചുറ്റുമുള്ളവരുടെ ദുരനുഭവങ്ങൾ കാണുന്ന പെൺകുട്ടികൾ തങ്ങൾക്കും അതേ അവസ്ഥയുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു. ഇത് തന്നെയാണ് സിംഗിൾ ആയിരിക്കാൻ പെൺകുട്ടികളെ നിർബന്ധിക്കുന്നതും. താലി കഴുത്തിൽ വീണാൽ വീടിനുള്ളിൽ അടയ്ക്കപ്പെടുമെന്നും തങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നും അവർ ഭയപ്പെടുന്നു. എന്തു തന്നെയാണെങ്കിലും സ്വന്തം ജീവൻ ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കാൻ ആരാണ് തയ്യാറാവുക? വിദ്യാഭ്യാസം നേടിയ ഇന്നത്തെ തലമുറ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. മാനസികമായും ശാരീരികമായും വീർപ്പുമുട്ടുന്നൊരിടത്ത് ഒരു പെണ്ണും പിടിച്ചു നിൽക്കില്ല. കടവും വിലയും മേടിച്ച് പെൺകുട്ടികളെ കെട്ടിച്ചുവിടുന്ന രീതിക്ക് മാറ്റം വരാത്തത് തന്നെയാണ് സ്ത്രീധന പീഡനങ്ങളും ആത്മഹത്യയും പെരുകുന്നതിനുള്ള പ്രധാന കാരണം. വിവാഹം കഴിപ്പിച്ചയക്കുന്നതിലൂടെ ഉത്തരവാദിത്വം തീർക്കുന്ന മാതാപിതാക്കൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2023 പോലീസ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ എണ്ണം 66. 2016 കണക്കനുസരിച്ച് നോക്കിയാൽ 25 സ്ത്രീ ജീവനുകളാണ് പൊലിഞ്ഞത്. 2017 12 സ്ത്രീകൾ, 2018 17, 2019 6, 2020 6, 2021 10. ഇങ്ങനെ നീളുന്നു സ്ത്രീധനം എന്ന കൊലക്കയറിൽ അവസാനിച്ച പെൺജീവനുകളുടെ എണ്ണം. കൂടാതെ ഭർത്തൃവീട്ടിൽ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനങ്ങൾ വർദ്ധിക്കുന്നതായും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2016 3455 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2017 2856, 2018 2046, 2019 2991, 2020 2715 എന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ നീണ്ടുപോകുന്നു. 2020 മാർച്ച് 2 ഭിന്നശേഷിക്കാരിയായ വീട്ടമ്മ ഉത്ര തന്റെ ഭർത്താവിന്റെ വീട്ടിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായതും പിന്നീട് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ഭർത്താവിനാൽ പാമ്പുകടിയേറ്റ് മരിച്ചതും. അന്തരിച്ച നടൻ രാജൻ പി ദേവിന്റെ മകൻ ഉണ്ണി പി ദേവ് 2021 മാർച്ച് മാസത്തിലാണ് ഭാര്യ പ്രിയങ്കയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലാവുന്നത്. തീരുന്നില്ല സ്ത്രീധന പീഡനത്തിൽ വെന്തെരിഞ്ഞ സ്ത്രീകളുടെ കഥകൾ. കൃത്യമായി പറഞ്ഞാൽ 2021 ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ വിസ്മയ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മനംനൊന്ത് ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത പുറം ലോകം അറിയുന്നത്. അതേ വർഷം തന്നെയാണ് ജൂണിൽ വെങ്ങാനൂരിൽ അർച്ചന എന്ന പെൺകുട്ടിയുടെ മരണം. അതേ ദിവസം തന്നെ ആലപ്പുഴയിൽ ശുചിത്ര എന്ന സ്ത്രീ മരിച്ച വാർത്തയും ഞെട്ടലോടെ തന്നെയാണ് സമൂഹം കേട്ടുനിന്നത്. എന്നിട്ടും ഒടുങ്ങാതെ ഒടുവിൽ കണ്ണു നിറച്ച വാർത്ത ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജയുടേതാണ്. ജോലിയില്ല, സൗന്ദര്യമില്ല, ആരോഗ്യമില്ല.
തുടങ്ങി അയാൾ ആ പെണ്ണിൽ കണ്ടെത്തിയ കുറവുകൾ നിരവധിയാണ്. കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ നേരിടേണ്ടി വന്ന് ആത്മഹത്യ ചെയ്ത സ്ത്രീകൾ മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കറുത്തൊരധ്യായമാണ് സമൂഹത്തിൽ തുന്നിച്ചേർത്തത്. അങ്ങനെ എത്ര കേസുകൾ. ഒടുവിൽ തിരുവനന്തപുരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്തു. മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അത്യധികം ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു കേസ്. ഇതുകൊണ്ടും തീരുന്നില്ല. തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ 27-കാരിയായ ആരതി വാടക വീട്ടിൽ ജീവനൊടുക്കി. ഭർതൃപീഡനമെന്ന് ആരോപിച്ച് ആരതിയുടെ വീട്ടുകാർ അതിൽ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ചിത്രങ്ങൾ ആരതി അമ്മയ്ക്ക് അയച്ചു നൽകിയിരുന്നു. ആരതിയുടെ മൃതദേഹത്തിലും മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ആത്മഹത്യാക്കുറിപ്പും ഡയറിയും കണ്ടെടുത്തു. വിവാഹം കഴിഞ്ഞ് 1.5 വർഷമേ ആകുന്നുള്ളൂ. വിവാഹത്തിനു ശേഷം 3 മാസം കഴിയുന്നതിന് മുൻപ് തന്നെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുലിന് മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടെന്ന് ആരതി സംശയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളിൽ കിടന്നു പുകഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് ഇല്ലാതായി. എന്തൊരു കഷ്ടമാണല്ലേ. 2025 ജൂലൈ 8-നാണ് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ശാരീരികവും മാനസികവുമായ പീഡനത്തെ തുടർന്ന് ഷാർജയിലെ ഫ്ളാറ്റിൽ വിഭജികയെയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും ചിത്രങ്ങളും അടക്കമുള്ള തെളിവുകൾ ഉണ്ടായിട്ടും അന്വേഷണം പാതി വഴിയിൽ നിലച്ച മട്ടാണ്. വിഭജികയുടേത് ആത്മഹത്യയാണെന്നും കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചതാണെന്നും കണ്ടെത്തി. തുടർന്ന് നിയമ പോരാട്ടം. ലോക്കൽ പോലീസ് അന്വേഷിച്ചു തുടങ്ങി. പിന്നീട് മറ്റൊരു രാജ്യത്ത് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. വിദേശത്തുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കാരണമാണ് കേസ് ഇഴഞ്ഞു നീങ്ങാൻ കാരണം. പെണ്ണിന്റെ ജീവന് ഒരു വിലയുമില്ലേ? ആ കുടുംബത്തിന്റെ കണ്ണീരിന് ഒരു വിലയുമില്ലേ? മരിച്ച മകളുടെ മരണത്തിൽ നീതി തേടി അലയേണ്ടി വരുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും ഗതികേട് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. സർക്കാർ ഇടപെട്ടാൽ അന്വേഷണം വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് വിഭജികയുടെ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീരുമാനത്തിലാണ് കുടുംബം. വിദ്യാഭ്യാസ സമ്പന്നരായ ഇന്നത്തെ പെൺകുട്ടികൾ വിവാഹത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ തക്കതായ കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീധനം ആവശ്യപ്പെടുന്നതോ നൽകുന്നതോ കുറ്റകരമാണെന്നിരിക്കെ അത് ആവർത്തിക്കുന്നതിൽ കാണാൻ സാധിക്കുന്നത് സമൂഹത്തിന്റെ വിവരക്കേടിന്റെയും എഴുതപ്പെട്ട വിഡ്ഢിത്തരത്തിന്റെയും മാറ്റമില്ലാത്ത വികൃതമുഖം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള പെടാപ്പാടാണ്. സ്ത്രീധന പീഡനത്തെ തുടർന്നും മറ്റും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളും ഹാഷ്ടാഗുകളും പ്രത്യക്ഷപ്പെടും എന്നതിൽ കവിഞ്ഞ് എന്ത് നീതിയാണ് അവൾക്ക് സമൂഹം നൽകിയിട്ടുള്ളത്? സ്ത്രീധനം കൊടുക്കുന്നത് മാത്രമാണ് കുറ്റകരം, മറിച്ച് സമ്മാനങ്ങളാകാമെന്ന് പറഞ്ഞ് ന്യായീകരണങ്ങൾ നിരത്തുന്ന ഒരു കൂട്ടരുണ്ട്. അതങ്ങനെ കുറെ എണ്ണങ്ങൾ. മാന്യമായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ വിവാഹത്തിലൂടെ കിട്ടുന്ന പണം തന്നെ വേണോ? വിവാഹിതരാകുന്ന 2 പേർക്ക് മാന്യമായൊരു ജോലിയുള്ള പക്ഷം സ്ത്രീധനത്തിന് എന്ത് പ്രസക്തി? കിട്ടും തോറും പണത്തിനോടുള്ള മോഹം കൂടി വന്ന് തങ്ങളുടെ സ്ത്രീകളെ കൊലക്കയറിലേക്ക് എത്തിക്കുന്നവരെ ഭർത്താവ് എന്നെങ്ങനെ വിളിക്കും? എന്നാൽ ഭർത്താവിനോടും ഭർത്തൃ വീട്ടുകാരോടുമുള്ള വൈരാഗ്യം തീർക്കാൻ മനഃപൂർവ്വം സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സുപ്രീം കോടതി വിമർശിച്ചിരുന്നു. എന്ത് തന്നെയാണെങ്കിലും നിയമത്തിനെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ് ഇത്തരം ക്രൂരതകൾ. സ്ത്രീയാണ് ധനം എന്ന് പ്രസംഗിച്ച് നടക്കുന്നവർ എന്തുകൊണ്ട് സ്വന്തം കാര്യത്തിൽ ചുവടുമാറുന്നു? എന്തുകൊണ്ട് തനിനിറം കാണിക്കുന്നു? 2 പേർക്ക് ലളിതമായ ചടങ്ങുകളിലൂടെയും ഒന്നിക്കാം. അതിനു പകരം കമ്പോളത്തിലെ വിൽപ്പന ചരക്കായി പെണ്ണിനെ മാറ്റുന്നത് തികച്ചും നിർഭാഗ്യകരമാണ്. പെണ്ണ് കറിവെക്കാനും പെറ്റി വളർത്താനുമുള്ള യന്ത്രമാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വിമാനം പറപ്പിക്കുന്നതിലേക്ക് വരെ അവൾ എത്തി നിൽക്കുന്നു. ആണധികാരത്തിന്റെ നെറുകേടുകളിൽ കത്തിയേരിയുവാനുള്ളവളല്ല അവളെന്ന തിരിച്ചറിവാണ് അവളെ അതിന് പ്രാപ്തയാക്കിയത്. എന്നാൽ സ്ത്രീധനം എന്ന കൊലക്കയർ എത്ര പെൺജീവിതങ്ങളാണ് കവർന്നത്? ഇത്രയും കണ്ടറിഞ്ഞ മാതാപിതാക്കൾ ഇനിയെങ്കിലും തങ്ങളുടെ മക്കളെ കമ്പോളത്തിൽ വിൽക്കാതിരിക്കുക. പകരം വിദ്യാഭ്യാസം നൽകുക. സ്വന്തം കാലിൽ നിൽക്കാൻ അവളെ പ്രാപ്തയാക്കുക. അവൾ ആകാശത്തോളം പറന്നുയർന്ന് സ്വപ്നങ്ങളെ സ്വന്തമാക്കട്ടെ. മറിച്ച് ക്രൂരതയുടെ രക്തക്കറ പുരണ്ട കത്തിയുമായി നിൽക്കുന്നവന്മാർക്ക് അവളെ പിടിച്ചു നൽകാതിരിക്കുക. ദുരന്താനുഭവങ്ങളുടെ കുത്തൊഴുക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ നേർചിത്രങ്ങളായി നമുക്ക് മുൻപിലുള്ളത്. പേരിനൊരു നിയമമുണ്ടായിട്ട് എന്ത് കാര്യം? നിയമം നോക്കുകുത്തിയായി നിൽക്കുമ്പോഴാണ് ഇത്തരം നെറികേടുകൾ നടക്കുന്നത് എന്നുള്ളത് നിയമത്തിന്റെയും ഭരണകൂടത്തിന്റെയും പരാജയം തന്നെയാണ്. ഇനിയെങ്കിലും ഒരു പെണ്ണും ഒരു മുഴം കയറിൽ ജീവൻ അവസാനിപ്പിക്കാതിരിക്കട്ടെ എന്നേ ഈ കെട്ട കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാനാകൂ. ഒന്നോർക്കുക, സ്ത്രീയാണ് ധനം, സ്ത്രീ മാത്രം.